നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും ഏറി പങ്കും മനുഷ്യ മസ്തിഷ്കമാണ് നിയന്ത്രിക്കുന്നത്. അതുകൊണ്ട് മസ്തിഷ്കത്തിനുണ്ടാകുന്ന ഏതുതരം കുഴപ്പങ്ങളും നമ്മുടെ ദൈനംദിന ജീവിതത്തെയും ബാധിക്കുന്നു. ചില ഉദാഹരണങ്ങൾ നമുക്ക് കാണാം. അൽഷമേഴ്സ് അഥവാ സ്മൃതിനാശം, എപ്പിലെപ്സി അഥവാ അപസ്മാരം, പാർക്കിൻസൺ അഥവാ വിറയൽ, മൈഗ്രെയിൻ അഥവാ തലവേദന തുടങ്ങിയ രോഗങ്ങൾ മസ്തിഷ്കത്തെ ബാധിക്കുന്നവയാണ്. ചിലപ്പോൾ അപകടങ്ങളിലും മസ്തിഷ്കത്തിന് ക്ഷതങ്ങൾ ഏൽക്കാറുണ്ട്. മനുഷ്യ ശരീരത്തിലെ സങ്കീർണമായ ഒരവയവമാണ് മസ്തിഷ്കം അഥവാ തലച്ചോർ. മസ്തിഷ്കം എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്ന് ചുരുക്കത്തിൽ നമുക്ക് നോക്കാം. സെറിബ്രം, സെറിബെല്ലം, ബ്രെയിൻ സ്റ്റം തുടങ്ങിയ 3 പ്രധാന ഭാഗങ്ങൾ കൂടി ചേർന്നതാണ് മനുഷ്യ മസ്തിഷ്കം. തലച്ചോറിൻ്റെ മുകൾ ഭാഗത്തെ സുഷുമ്നാ നാഡിയുമായി ബന്ധപ്പെടുത്തുന്നത് ബ്രെയിൻ സ്റ്റം ആണ്. ശ്വാസോച്ഛ്വാസം, ഹൃദയമിടിപ്പ് തുടങ്ങി ബോധപൂർവമല്ലാത്ത പ്രവൃത്തികളെ മുഖ്യമായും സഹായിക്കുന്നത് ബ്രെയിൻ സ്റ്റം ആണ്. ബ്രെയിൻ സ്റ്റെമ്മിന് മുകളിലായി സെറിബെല്ലം സ്ഥിതി ചെയ്യുന്നു. പേശി ചലനങ്ങളെയും ശാരീരിക സമതുലിതാവസ്ഥയും നിയന്ത്രിക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിക്കുന്നത് സെറിബെല്ലമാണ്. തലച്ചോറിലെ ഏറ്റവും വലിയ ഭാഗമാണ് സെറിബ്രം. അതിനെ വലതും ഇടതും അർദ്ധഭാഗങ്ങളായി തിരിച്ചിരിക്കുന്നു. ഇതിൽ ശ്രദ്ധേയമായ ഒരു കാര്യം, ശരീരത്തിൻ്റെ ഇടതുഭാഗത്തിൻ്റെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നത് വലത് സെറിബ്രവും ശരീരത്തിൻ്റെ വലതുഭാഗത്തിൻ്റെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നത് ഇടത് സെറിബ്രവും ആണ് എന്നതാണ്. സെറിബ്രത്തെ 4 ഭാഗങ്ങളായി തിരിച്ചിരിക്കുന്നു. സെറിബ്രത്തിൻ്റെ മുകൾ ഭാഗത്തെ ഫ്രണ്ടൽ ലോബ് എന്ന് വിളിക്കുന്നു. ചിന്തിക്കുക, ആസൂത്രണം ചെയ്യുക എന്നീ കാര്യങ്ങൾ മുഖ്യമായും ഫ്രണ്ടൽ ലോബിൻ്റെ നിയന്ത്രണത്തിലാണ്. കണക്ക് കൂട്ടാനും വിശകലനത്തിനുമുള്ള കഴിവ് സെറിബ്രത്തിൻ്റെ മുകൾ ഭാഗമായ പാലൈറ്റൽ ലോബിൻ്റേതാണ്. കാഴ്ചയെ സഹായിക്കുന്നത് സെറിബ്രത്തിൻ്റെ പിൻഭാഗമായ ഒസിപ്പിറ്റൽ ലോബാണ്. ഓർമ്മ, കേൾവി, സംഭാഷണ ഭാഷ എന്നീ കഴിവുകളെ സഹായിക്കുന്നത് സെറിബ്രത്തിൻ്റെ പാർശ്വഭാഗങ്ങളായ ടെമ്പറൽ ലോബാണ്. തലച്ചോറിൻ്റെ ഘടനയും പ്രവർത്തനങ്ങളുമാണ് നമ്മൾ കണ്ടത്. ദൈനംദിന ജീവിതത്തിൽ തലച്ചോറിനുള്ള പ്രാധാന്യം ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമല്ലോ. ആയതിനാൽ മസ്തിഷ്കത്തിൻ്റെ വിവിധ സ്ഥാനങ്ങളിൽ ഏൽക്കുന്ന ഏതുതരം മുറിവുകളും ക്ഷതങ്ങളും നമ്മുടെ ജീവിതത്തെയും പ്രവർത്തനങ്ങളെയും സാരമായി ബാധിച്ചേക്കാം.